കാലിലെ രക്തധമനികൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൽ എന്തെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ മൊത്തം കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന്റെ അപകടത്തിന്റെ മുന്നറിയിപ്പായിട്ട് നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ കാലിലെ രക്തയോട്ടം കുറവുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ബ്രെയിനിലും രക്തധമനികൾ കേടുണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കാലിലെ രക്തയോട്ടത്തിന് പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനുള്ള 8 ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ 3 അതിലധികമോ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 400% കാർഡിയോ വാസ്കുലർ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിൽ വേദന ഇല്ലാതെ തന്നെയാണ് കാലിലെ രക്തധമനികളിൽ ബ്ലോക്കുകൾ പലപ്പോഴും സംഭവിക്കുക. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം കാലിലെ തൊലിയുടെ ഒരു തിളക്കം വർദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തൊലി സ്ട്രെച്ച് ചെയ്യുന്നത് മൂലം ഇത് സംഭവിക്കാം. രക്തയോട്ടം കുറഞ്ഞാലും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്കും ഇത് കണ്ടുവരാം. രണ്ടാമത്തെ ലക്ഷണം രാത്രി സംഭവിക്കുന്ന കോച്ചിപ്പിടുത്താണ്. ഇത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന രക്തധമനികളുടെ ബ്ലോക്കിന്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. മസിലുകൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ മസിലുകൾ കോച്ചി പിടിക്കുകയാണ്. മൂന്നാമത്തെ ലക്ഷണം കാലിനുള്ള ഒരു തണുപ്പാണ്. എല്ലാ കാലാവസ്ഥയിലും കാല് തണുത്തുകൊണ്ടേയിരിക്കും. കാലിലേക്കുള്ള സർക്കുലേറ്ററി സിസ്റ്റം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, രക്തയോട്ടം സംഭവിക്കുന്നില്ല. ഇത് അപകടമാണ്. നാലാമത്തെ ലക്ഷണം കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാലിലെ നിറത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ്. പലപ്പോഴും കാലിലെ ചീത്ത രക്തം പോകുന്ന വെയിനുകളുടെ വാൽവുകൾ കേടുവന്നാൽ ഇത് സംഭവിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികളിൽ രക്തം കാലിൽ അടിഞ്ഞുകൂടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നിറവ്യത്യാസം സംഭവിക്കുന്നത്. അഞ്ചാമത്തെ ലക്ഷണം ക്ലോഡിക്കേഷൻ എന്ന് വെച്ചാൽ നടക്കുന്ന സമയത്ത് കാലിലെ മസിലുകളിൽ കടച്ചിൽ വരിക, വേദന വരിക, ക്ഷീണം വരിക. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന രക്തധമനികളുടെ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണിത്. ഹാർട്ട് അറ്റാക്കിന് വരെ ഇതൊരു വാർണിംഗ് സൈൻ ആണ്. ആറാമത്തെ ലക്ഷണം കാലില് പിന്നുകൊണ്ട് കുത്തുന്ന പോലെ അതല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെ. ഇത് നാഡികളുടെ പ്രശ്നം മാത്രമല്ല, നാഡികളിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുന്ന നെർവ് ഇസ്കീമിയ, അതാണ് ഇതിന് കാരണം. ഇത് പലപ്പോഴും പ്രമേഹ രോഗികളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. ഏഴാമത്തെ ലക്ഷണം കാലിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോവുക. ഇത് പലപ്പോഴും രക്തക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾക്കും രക്തധമനികളിൽ ബ്ലോക്കുള്ള രോഗികൾക്കും കാലക്രമേണ കാലിലെ രോമം നഷ്ടപ്പെടുകയാണ്. കാലിലെ അത്യാവശ്യത്തിന് മാത്രം രക്തം ഉപയോഗിക്കുന്നത് കാരണം അത്യാവശ്യമില്ലാത്ത രോമ വളർച്ചയിലേക്കുള്ള രക്തയോട്ടം അവിടെ തടസ്സപ്പെടുകയാണ്. എട്ടാമത്തെ ലക്ഷണം ഒരു കാലിൽ മാത്രം നീര് വരിക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും കാലിലെ ചീത്ത രക്തം പോകുന്ന വെയിനുകളിൽ രക്തം കട്ട പിടിക്കുന്ന DVT എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു ലക്ഷണമാവാം. ഈ രക്തക്കട്ട കഷ്ടകാലത്തിന് മുകളിലേക്ക് കയറിപ്പോവുകയാണെങ്കിൽ പൾമണറി എംബോളിസം എന്ന് പറയുന്ന ശ്വാസകോശത്തിന്റെ അറ്റാക്ക് വരെ സംഭവിക്കാം. ഇത് നിശബ്ദമായി ആളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഈ മുൻപേ പറഞ്ഞ 8 ലക്ഷണങ്ങളിൽ 3 അതിലധികമോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുന്നതും ആവശ്യമെങ്കിൽ കാലിലെ ഡോപ്ലർ ടെസ്റ്റോ ഹാർട്ടിന്റെ ചെക്കപ്പോ ചെയ്യുന്നത് നന്നായിരിക്കും.